നമസ്തേ. ശ്രീ മുരുക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇത് പറയുന്നത് ഹനുമാനെ പറ്റിയാണ്. രാവണന്റെ അസ്ത്രങ്ങൾ കാരണം ശ്രീരാമന്റെ സൈന്യമെല്ലാം ബോധക്ഷയം വന്നു, ലക്ഷ്മണൻ മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. രക്ഷിക്കണമെങ്കിൽ മൃതസഞ്ജീവിനി കൊണ്ടുവരണം കരുത്തോമലയിൽ നിന്നാണ്. അതിന് പ്രാപ്തനായ ഒരാൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ, അത് ഹനുമാനാണ്. ഹനുമാനെ ചട്ടം കെട്ടിച്ച് കരുത്തോമലയിലേക്ക് അയക്കുന്നു. ആകാശദേശത്തൂടെ പറന്നു പോകുന്ന അദ്ദേഹത്തിന് മാർഗമധ്യേ ഭൂമിയിലിരുന്ന് ഒരാൾ രാമരാമ മന്ത്രം ജപിക്കുന്നത് കേട്ടു. അങ്ങനെ അദ്ദേഹം അവിടെ ലാൻഡ് ചെയ്തു. ആ ആശ്രമത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ ചെന്ന് അവിടെ ഇരുന്ന ആ ആളിനോട് ചേർന്ന് രാമമന്ത്രം പറഞ്ഞ് സായുജ്യമടയാം എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ തനിക്ക് അക്കടി പറ്റിയെന്നും ഈ മന്ത്രം പറയുന്ന ആൾ രാമഭക്തനല്ലെന്നും മനസ്സിലായി. അത് രാവണന്റെ അമ്മാവൻ മയനായിരുന്നു. മയൻ വേഷം മാറാനുള്ള കഴിവുള്ള ഒരു രാക്ഷസനായിരുന്നു. ആഗമന ഉദ്ദേശം ഇനി നടക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മയൻ ചിരിക്കുകയാണുണ്ടായത്. പരിഹസിച്ച് ചിരിച്ചു. എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇഷ്ട കാര്യം നടന്നു കഴിഞ്ഞു, നീ എന്ത് എടുക്കാനാണോ പോകുന്നത് ആ സാധനത്തിൻ്റെ പേര് നീ മറന്നു കഴിഞ്ഞു. ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഹനുമാൻ ഞെട്ടിപ്പോയി. അദ്ദേഹമെങ്കിലും വീണ്ടും പറന്നുയർന്ന് ആ മലയിലേക്ക് പോയി. പോകുന്ന വണ്ടിയും അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴും അദ്ദേഹം ആ പേര് ഓർമ്മിക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. മയൻ ചെയ്ത വേലയാണ്. എൻ്റെ ശ്രദ്ധ മാറിപ്പോയി. അപ്പോൾ അതെന്ത് ചെയ്യും? ഇത് കൊണ്ടുകൊടുക്കാതെ രാമൻ്റെ സൈന്യം, പ്രത്യേകിച്ച് ലക്ഷ്മണൻ, ഉണരുകയില്ല, മരിച്ചു കിടക്കുകയാണ്. രാമൻ ഉടൻ തന്നെ മലയോടുകൂടി മലയെ എടുത്തുകൊണ്ട് പോകാൻ ശേഷി ശരീരത്തിലുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോവുകയും അതിൻ്റെ ലങ്കയിൽ അവിടെ കൊണ്ടുവച്ചപ്പോൾ അതിൻ്റെ കാറ്റ് അടിച്ച് രാമൻ വിചാരിച്ചതുപോലെ തന്നെ സകലരും ജീവൻ വെച്ച് എഴുന്നേൽക്കുകയും ചെയ്തു. ഇപ്പോഴത് പറയുമ്പോൾ ചെറുപ്പക്കാരായ ടെക്നോളജിയുടെ ശക്തി മൂലം ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഘട്ടത്തിലാണ്. നമുക്കേവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഇതിനൊക്കെ വൈറസ് ബാധിച്ചു എന്നൊക്കെ പറയാറില്ലേ, അത് കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മയൻ സജീവമാണ് എന്ന് ഓർമ്മിക്കണം. ഈ ടെക്നോളജി, കമ്പ്യൂട്ടറുകൾ മുതലായ അതിലും ഗംഭീരമായ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ പറയുന്നത് ചൈന കൊതുകിൻ്റെ ആകൃതിയിലുള്ള, കൊതുകിൻ്റെ വലിപ്പത്തിലുള്ള ഡ്രോൺ നിർമ്മിച്ച് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞുവെന്നാണ്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഇതിലെല്ലാം മയൻ്റെ പ്രസൻസ് ഉണ്ടാകും. ഹനുമാന് പറ്റിയതുപോലെ അബദ്ധം നമ്മുടെ തലമുറയിലെ ചെറുപ്പക്കാർക്ക് പറ്റാതിരിക്കാൻ കൂടിയാണ് ഈ എളിയ ശ്രമം. സന്തോഷമായിരിക്കട്ടെ.